بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم ما يلفظ من قول إلا لديه رقيب عتيد മാന്യ സഹോദര സഹോദരിമാരെ, ശ്രോതാക്കളെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, സദസ്യരെ, റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിൻ്റെ വിശാലമായ അനുഗ്രഹത്തോടുകൂടി കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഉണർത്തിയതുപോലെ വീണ്ടും ഈ മസ്ജിദ് നബവിയുടെ തൊട്ട് കിടക്കുന്ന മസ്ജിദ് ദാറുൽ ഹദീസ് എന്ന പള്ളിയിൽ ക്ലാസ് എടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് ചെയ്തു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇനിയും നമുക്ക് ഇവിടെയും മറ്റു സൗകര്യപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം തുടർന്ന് ക്ലാസ് നടത്താനുള്ള എലിമിൻ്റെ സദസ്സ് സംഘടിപ്പിക്കാനുള്ള ചുറ്റുപാടുകളും അന്തരീക്ഷങ്ങളും നമുക്ക് അള്ളാഹു ഉണ്ടാക്കി തരട്ടെ. നമുക്കെല്ലാവർക്കും നാം ചെയ്യുന്ന പ്രവർത്തനത്തിൽ ആത്മാർത്ഥത അള്ളാഹു നൽകുമാറാകട്ടെ. വാസ്തവത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉണർത്തിയതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് പങ്കെടുത്തവർ ഓർക്കുന്നുണ്ടായിരിക്കാം, അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കാൻ എത്രമാത്രം നാം കടപ്പെട്ടവരാണ് എന്നതിനെക്കുറിച്ചും അള്ളാഹു നമുക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്ന അനുഗ്രഹങ്ങൾ വിശാലമായ, നാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ മുഴുകിക്കൊണ്ടേയിരിക്കുന്നു, നീന്തിക്കൊണ്ടേയിരിക്കുന്നു. ആ അനുഗ്രഹത്തിന് നാം ഏത് സന്ദർഭങ്ങളിലും ഈ അനുഗ്രഹം ലഭിക്കാത്തവർ ചെയ്യാത്ത രൂപത്തിലുള്ളതായ നന്ദി പ്രകടനം പ്രവർത്തനത്തിലൂടെ സമർപ്പിച്ചു കൊണ്ടേയിരിക്കണം എന്നതാണ് നാം പഠിച്ചത്. അതാണ് രത്ത ചുരുക്കം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. എല്ലാവരും നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്, ലോകത്തിലെ ആ സകലം. പക്ഷേ ഓരോരുത്തരുടെയും അള്ളാഹു അവർക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നതായ അനുഗ്രഹങ്ങളുടെ ഹജ്മ്, കട്ടി വ്യത്യാസമുണ്ട്. പുണ്യഭൂമിയിൽ ഇരുന്നു കൊണ്ട്, പുണ്യഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ഇറക്കിയതായ വഹയിനെ ഇറക്കിയ അതേ നാട്ടിൽ നിന്ന് ചൂടാറുന്നതിന് മുമ്പ് നമ്മുടെ അനിശ്ചിത നേതാക്കളായ മുഹാജിറുകൾ, അൻസാറുകൾ റളിയല്ലാഹു തആല അൻഹും സമ്പാദിച്ച നേടിയതുപോലെ അതേ നാട്ടിൽ, അതേ അന്തരീക്ഷത്തിൽ, അതേ ചുറ്റുപാടിൽ, അതേ ഹവയിൽ ഇരുന്നു കൊണ്ട് കേൾക്കാനുള്ള ചാൻസ്, ചുറ്റുപാട്, അതേ വഹയി ലഭിക്കുക എന്നത് ഒരു മഹാനേട്ടമാണ്, മഹാസമ്പാദ്യമാണ്. അത് നമുക്ക് അതിൻ്റെ വൈറ്റിനെ കുറിച്ച് കോലപ്പെടുത്താൻ നമ്മുടെ ലഫ്ള് കൊണ്ട് സാധിക്കുകയില്ല. അത്രയും വലിയ അനുഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ തോതനുസരിച്ചിട്ട് നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ നാം എന്ത് വേണം? മറ്റുള്ളവർ, ഈ അനുഗ്രഹം ലഭിക്കാത്തവർ ചെയ്യാത്തതായ രൂപത്തിലുള്ള നന്ദി പ്രകടനം നാം സമർപ്പിക്കണം. അതിന് കഴിഞ്ഞ ദശവർഷങ്ങളിൽ ഇവിടെ വരാറുള്ളതായ മദീന യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയാവട്ടെ, പിൻകാലഘട്ടത്തിൽ ഉണ്ടായതായ ഹറമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാവട്ടെ, ആരായിരുന്നാലും അവരുടെ ബാധ്യത കൂടുതൽ വർദ്ധിച്ചതാണ്. കാരണം അവർ സാധാരണക്കാരല്ല, മറിച്ച് അവർ വിദ്യാർത്ഥികൾ കൂടിയാണ്, മത പണ്ഡിതന്മാരായവരും ആവാൻ പോകുന്നവരൊക്കെയാണ്. അപ്പോൾ അവരുടെ ബാധ്യത എന്ത് സംഭവിക്കുന്നു, എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു, കട്ടിക്കൂടുന്നു എന്ന അർത്ഥത്തിലേക്ക്. അതുകൊണ്ട് അവർ ഈ ക്ലാസ്സിൽ, ഈ സാധുവിൻ്റെ ക്ലാസ്സിൽ മാത്രം പങ്കെടുത്താൽ പോരാ, മറിച്ച് അവരാൽ സാധിക്കുന്ന രൂപത്തിൽ, എൻ്റെ അധ്യാപകന്മാരിൽ ഇപ്പോൾ ശേഷിക്കുന്ന ആളാണ് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദിനെ പോലത്തെ, അത് ധാരാളം വേറെയുമുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം സമീപിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ലഭിക്കാത്ത രൂപത്തിലുള്ളതായ പ്രത്യേകതകൾ ഇവിടെ ലഭിക്കുന്നു. അത് അള്ളാഹു ഈ നാട്ടിൽ നൽകിയ പ്രത്യേകതയാണ്. പണ്ട് വഹി ഇറങ്ങിയത് മുതൽ ഇന്ന് വരെ ഈ നാട്ടിൽ നിലനിൽക്കുന്നതായ പ്രത്യേകതയാണ്. ആ പ്രത്യേകത സമ്പാദിക്കാൻ, ഉൾക്കൊണ്ടു പോകാനുള്ള ബാധ്യത നമ്മുടെ തലപ്പത്തുണ്ട് എന്നത് ഓർത്തുകൊണ്ടായിരിക്കണം നാം ഇവിടെ താമസിക്കുന്ന വേളയിൽ താമസിക്കേണ്ടത്. സ്വർണ്ണാവസരമാണ്. എത്ര ദിവസങ്ങൾ നമ്മൾ വിട്ടുപോകുന്നു. അത് നാം ഉപയോഗപ്രദമാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്, നാശമാണ് തീർച്ചയായിട്ടും. കാരണം അത് വീണ്ടും മടങ്ങി വരികയില്ല. എവിടെയാണത്? മദീനയിലാണ്, പുണ്യഭൂമിയിലാണ്. സാധാരണക്കാരായ
ജോലിക്ക് വേണ്ടി വന്നവരായ നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ നിന്നിട്ട് പലരും നാട്ടിലേക്ക് പോയതിനു ശേഷം വർഷങ്ങൾ കഴിഞ്ഞ ശേഷം വിളിച്ചു പറയാറുണ്ട്, ഞങ്ങൾക്ക് മദീനയിൽ നിന്നിട്ട് സമ്പാദിച്ച സമ്പാദ്യത്തിൽ ശേഷിക്കുന്നത് അവിടുന്ന് നേടിയതായ ഇൽമു മാത്രമാണ്, വിജ്ഞാനം മാത്രമാണ്, ഹറമിലൂടെയും മറ്റു സ്ഥലങ്ങളിലൂടെയും എന്നിരിക്കുമ്പോൾ നിങ്ങളെപ്പോലത്തെ അതിനായി വന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ധാരാളമുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വിഷയത്തിന്റെ പരിപൂർണത മാത്രം എന്നതാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ വിഷയത്തിനെ കുറിച്ച് എന്താണ് എന്ന് പങ്കെടുക്കാത്തവർക്ക്, ഇവിടെ ഇല്ലാത്തവർക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നതേ ഉള്ളൂ. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം അള്ളാഹുവിന്റെ കലാമിലൂടെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു അവന്റെ സൃഷ്ടികൾക്ക് അവനുമായുള്ളതായ കടപ്പാടിനെ കുറിച്ച് വിശദീകരിച്ചതായ സന്ദർഭത്തിൽ ആ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു അവന്റെ റസദ്, അവന്റെ വീക്ഷണം, അവന്റെ പരീക്ഷണം, അവന്റെ പരിശോധന എത്രമാത്രമുണ്ട് എന്നതിനെ കുറിച്ച് ഖുർആനിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ആ സാഹിത്യ ശൈലിയിൽ കൂടി ലോകാത്ഭുത ഗ്രന്ഥത്തിലൂടെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു വിവരിച്ച വിശദീകരണത്തിന്റെ ചില ഭാഗങ്ങളിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ആരാണ് ശത്രുക്കൾ, ആരാണ് മിത്രങ്ങൾ എന്നൊക്കെ ഖുർആനിലൂടെ വിവരിച്ച പല സ്ഥലങ്ങളിലൂടെ വിവരിച്ച ശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദുഹു അദുവ്വ, ആകാശത്തിൽ നിന്നിട്ട് ഇവിടെ ഇറങ്ങിയവരാണ് നാം, അഥവാ ആദമിന്റെ സന്തതികളും അപ്രകാരം തന്നെ ജിന്നുകളും. ഇവരെല്ലാം ആകാശത്ത് നിന്ന് ഇറങ്ങിയവരാണ്. എന്നാൽ ആകാശത്ത് നിന്ന് ഇറങ്ങിയവരായ നാം ഇവിടെ നിന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു വീണ്ടും അതേ വാനലോകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ച വിഭാഗത്തിന്റെ നിബന്ധനകൾ പറഞ്ഞതാണ് സൂറത്തുൽ ബഖറയിലും മറ്റു സൂറത്തുകളിലുമെല്ലാം. ആദം അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞ സ്ഥലത്തെല്ലാം ഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ യദുല്ലു വലാ യഖ്ശ, ആരെങ്കിലും എൻ്റെ ഹുദ, ഞാൻ ഇവിടുന്ന് അയക്കുന്ന എൻ്റെ ദൂതന്മാർ, ഞാൻ അയക്കാറുള്ളതായ ഗ്രന്ഥങ്ങൾ, ഞാൻ അയക്കുന്നതായ ഈ നിർദ്ദേശങ്ങൾ, ഈ കൽപ്പനകൾ, അതിൻ്റെ പിന്നിൽ ആര് അണിനിരന്നു, അവൻ പിഴക്കുന്നതല്ല, അവൻ ഷഖിയാവുന്നതല്ല, അവനാണ് സഈദ്, അവൻ വിജയിച്ചവനായി മാറിയെന്ന് അദു എന്ത്, ശത്രു ആര്, മിത്രങ്ങൾ ആര് എന്ന് വിവരിച്ചു തരുമ്പോൾ ആദം അലൈഹിസ്സലാമിന്റെ കൂടെയുള്ളവരും അവരാണ് നിങ്ങളുടെ മിത്രങ്ങൾ. അവരുടെ ശത്രു, അവിടുന്ന് ശത്രുവായി പ്രഖ്യാപിക്കപ്പെട്ട ആ പിശാച്, അത് നിങ്ങളുടെ ശത്രുവായിട്ട് ഇവിടെ നമ്മുടെ കൂടപ്പറപ്പായിട്ട് അവസാനം വരെ ബഅദുക്കും ലി ബഅദിൻ അദു, നിങ്ങൾ പരസ്പരം ശത്രുക്കളാണ്. നിങ്ങൾ പിശാചികൾ അതുപോലെ ആദമിന്റെ സന്തതികൾ പരസ്പരം ഇവിടെ ശത്രുക്കളാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു വിവരിച്ചു തന്നു. എന്നിട്ട് ആ വിവരിച്ചു തന്ന ശൈലിയിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു സൂക്ഷ്മത പാലിക്കാൻ, ശ്രദ്ധിക്കാൻ, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതായ എന്ത് പദമാണ് ഉപയോഗിക്കാൻ പറ്റുക ഇന്നത്തെ ആധുനിക യുഗത്തിൽ, എല്ലാ രൂപത്തിലുള്ളതായ വീക്ഷിക്കാനുള്ളതായ, പണ്ടൊക്കെ റാഡാർ എന്ന് പറയാറുണ്ടായിരുന്നു, അവിടുന്നൊക്കെ വിട്ട് എവിടെയോ എത്തിയപ്പോൾ നമുക്കറിയാവുന്നതുപോലെ അല്ലേ ആധുനിക യന്ത്രങ്ങളൊക്കെ. അള്ളാഹുവിന്റെ യന്ത്രം എന്തായിരിക്കും? അള്ളാഹുവിന്റെ അടുക്കലുള്ളതായ കൃത്യമായിട്ട് ഉള്ളതായ റിക്കാർഡാക്കാനുള്ള യന്ത്രങ്ങൾ, അതെല്ലാം ഇവിടെ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന ആ അത്ഭുത പദങ്ങൾ ഖുർആനിലൂടെ വളരെ വലിയ മസാഹത്ത് പിടിച്ചിരിക്കുകയാണ്. വളരെ വലിയ വിശാലമായ സ്ഥലം ഖുർആനിൽ അത് ആ സ്ഥലം പിടിച്ചിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ചില സന്ദർഭങ്ങളിലൊക്കെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, അതൊരു ശൈലിയാണ്. ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഈ വിഷയം സ്ഥലം പിടിച്ച കൂട്ടത്തിൽ ഒരു ശൈലിയാണ്. നിങ്ങളുടെ കാത്, വൽ ഫുആദ നിങ്ങളുടെ ഹൃദയം, ഇന്ന സമഅ വൽ ബസറ നിങ്ങളുടെ കണ്ണ്, ഹൃദയം, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, അവകളെ കുറിച്ചെല്ലാം ചോദിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് മഹാവാണിങ്ങാണത്. സാധാരണ അതിന്റെ വൈറ്റ് എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ അതിന്റെ തഫ്സീറുകൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അറബി ഭാഷ അറിയാത്തവർക്ക് പരിഭാഷ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. എന്നല്ലാതെ ചില ഖുർആൻ പരിഭാഷ എഴുതിയതായ പിക്താളിനെ പോലത്തതായ എഴുത്തുകാർ പറഞ്ഞിരുന്നു, ഖുർആനിന്റെ ആ സത്ത, അതിൻ്റെ ആ സാഹിത്യ ശൈലി, അത് മറ്റു ഭാഷകളുടെ കഴിവുകേട് കാരണത്താൽ അതിൻ്റെ 100-ൽ 80% 70% ഉൾക്കൊള്ളിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നൊക്കെ പല എഴുത്തുകാരും പറഞ്ഞിട്ടുണ്ട് ഖുർആനിന്റെ പരിഭാഷ എഴുതിയവർ. എന്നതുകൊണ്ട് പരിഭാഷ എന്ന് ഞാൻ പറയുമ്പോൾ അതല്ലാതെ വേറെ മാർഗമില്ല ഖുർആൻ അറബി ഭാഷ പഠിക്കാത്തവർക്ക്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്നല്ലാതെ ആ വൈറ്റോടുകൂടി അള്ളാഹ് പറയുന്നതായ ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം അറബി ഭാഷയിൽ തന്നെ, അറബി ഭാഷ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ആ സാഹിത്യ ശൈലി ഉൾക്കൊള്ളുവാനും ആസ്വദിക്കാനും സാധിക്കുകയുള്ളൂ. മറ്റു ചില സന്ദർഭത്തിൽ അള്ളാഹു പറയുന്നു, ഞാൻ ഓതിയ ആയത്ത് പോലെ, ഞാൻ അല്പം മുമ്പ് നിങ്ങൾ കേൾപ്പിച്ച ആയത്തിൽ, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നിങ്ങൾക്കൊരു വാക്ക് ഇവിടെ ഉച്ചരിക്കാൻ പറ്റൂല. എൻ്റെ പ്രതിനിധികൾ, എൻ്റെ മഹാത്മാക്കളായ മറ്റു ആയത്തിന്റെ സഹായത്തോടു കൂടി കിറാമൻ കാത്തിബീൻ,
മാന്യന്മാരായ എഴുത്തുകാർ നിങ്ങളെ വീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നു, നിങ്ങളെക്കുറിച്ച് കുറിച്ചുകൊണ്ട് ഇരിക്കുന്നു. അതൊക്കെ ഇവിടെ നമ്മുടെ ഭാഗത്തിലേക്ക് അള്ളാഹുവിൻ്റെ ആ പ്രകാശം, എന്ത് പ്രകാശം? നമ്മെ വീക്ഷിക്കാനുള്ള പ്രകാശം, ആ യന്ത്രം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് ചലിക്കാനോ അനങ്ങാനോ ശ്വാസോച്ഛ്വാസം കഴിക്കാനോ ഒന്നിനും ഇവിടെ സാധിക്കുന്നതല്ല. അള്ളാഹു അറിയാത്ത, അള്ളാഹു കാണാത്ത, അള്ളാഹുവിൻ്റെ പ്രതിനിധികൾ കുറിക്കാത്ത എന്ന കാര്യം അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി പല പല ശൈലികൾ നീണ്ട ആയത്തുകളിലൂടെ വിശുദ്ധ ഫുർഖാൻ അദീമിൽ നമുക്ക് വിശദീകരിച്ചു തന്നതാണ്. മറ്റൊടുത്ത് പറയുന്നു, ആരെങ്കിലും ഇത് അള്ളാഹ് കാണും, അത് ചിലപ്പോൾ കണ്ടോളമെന്നില്ല എന്ന് തോന്നി പോകാതിരിക്കാൻ വേണ്ടി യാലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, നിങ്ങൾ വഞ്ചിക്കാൻ വേണ്ടിയിടുന്നതായ ആ വശീകരണത്തിന്റെ കണ്ണടിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് നിങ്ങളുടെ ഹൃദയത്തിൽ മറച്ചു വെച്ചത് അതുവരെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അറിയുന്നുണ്ട് എന്നതായ ശൈലി വരെ ഖുർആനിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ രാത്രി ചെയ്തപ്പോൾ അള്ളാഹ് അറിഞ്ഞോളന്നില്ല, പകൽ ചെയ്താൽ അറിയുക എന്നും തോന്നിപ്പോകാൻ സാധ്യതയുണ്ട്. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ സവാഉം മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബുൻ ബിന്നഹാർ. നിങ്ങൾ എവിടെ ചെന്നാൽ, എന്ത് ചെയ്താൽ, രാത്രി ചെയ്താൽ, പകൽ ചെയ്താൽ, നട്ടുച്ചയ്ക്ക് ചെയ്താൽ, ആരും കാണാതെ ഇരുട്ട് റൂമിൽ ചെയ്താൽ, ബട്ടൺ അടിച്ച് ചെയ്താൽ, അടിക്കാതെ ചെയ്താൽ, ഏത് രൂപത്തിൽ ചെയ്താൽ, രഹസ്യമായി സംസാരിക്കുന്ന സംസാരം, ഒമൻ ജഹറ ബിഹി പരസ്യമാക്കുന്ന സംസാരം, ഒമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈൽ രാത്രിയിൽ ഒളിച്ച് റൂമിൽ, ഇരുട്ട് റൂമിൽ ഇരുന്നുകൊണ്ട് ആരും കാണാതെ സ്വന്തം മണിയറയിൽ ഇരുന്നുകൊണ്ട് കാണുന്നതായ അശ്ലീലമാണെങ്കിൽ, തോന്നിവാസങ്ങൾ, സെക്സ് ഫിലിമുകൾ, അനാചാരങ്ങൾ, അള്ളാഹ് കാണാൻ പാടില്ല എന്ന് പറഞ്ഞതായ കാര്യങ്ങൾ, അതൊക്കെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യാസമില്ല. രാത്രി ആയാലും പകലായിരുന്നാലും, ആള് കണ്ടാലും കണ്ടില്ലെങ്കിലും, ഒച്ചത്തിലായിരുന്നാലും പതുക്കെയായിരുന്നാലും, വസാരിബും ബിന്നഹാർ നട്ടുച്ചക്ക് പട്ടാപകലിൽ നാം പറയുന്നുണ്ടല്ലോ, അതാണ് സാരിബും ബിന്നഹാർ. പട്ടാപകലിൽ നിങ്ങൾ കാട്ടുന്നതും ഇരുളിൽ രാത്രി കാട്ടുന്നതും എല്ലാം തുല്യം തന്നെ. ഇതൊക്കെ ചില ശൈലികളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് മാത്രമാണ്. പിന്നെ നിങ്ങൾ മദീനയിലായതുകൊണ്ട് സാധാരണ പണ്ട് തന്നെ മദീനയിൽ പറയാറുള്ളതാണ്, മദീനയിൽ 30 കൊല്ലം 20 കൊല്ലം മുമ്പൊക്കെ താമസിച്ചവർ എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട്, അവർക്കൊക്കെ കേട്ട് പരിചയമുള്ള മനപ്പാടമുള്ള ആയത്തായിരിക്കാം. അള്ളാഹു പറയുന്നു, മിൻ അഹ്ലിൽ മദീനത്തി മറദു അലൻ നിഫാഖി ലാ തഅലമുഹും നഹ്നു നഅലമുഹും സനുഅദ്ദിബുഹും മറത്തൈൻ. എന്താണ് ആ വാക്കിൻ്റെ കട്ടി അല്ലേ? അത് പണ്ടുള്ളവർക്ക് മാത്രമല്ല, അല്ലല്ലോ, ഖിയാമത്ത് നാൾ വരെ മദീനയിലൂടെ അഹ്ൽ മദീനയിലുണ്ട് കാപ്പറ്റെ മറച്ചു വെക്കുന്നവർ, പുറത്ത് തൗഹീദിന്റെ ആൾക്കാരാണെന്ന് അഭിനയിച്ചുകൊണ്ട് അകത്ത് കാപ്പറ്റ്യം പേര് നടക്കുന്നവർ, അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചാക്കുന്നവരും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ നൂലാമാലകളും അല്ലെങ്കിൽ മൗലൂദുകളും അല്ലെങ്കിൽ റാത്തീബുകളും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാക്കിയതായ തറാത്തീലുകളും അവര് ഇരുട്ട് റൂമിലോ ആരും കാണാതെയോ ഒളിച്ചിട്ടോ എവിടെ ചെയ്യുന്നുണ്ടെങ്കിലും എവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഏത് ഇസ്രാഹയിൽ പോയി സമ്മേളിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം അള്ളാഹു പറയുന്നു, മിൻ അഹ്ലിൽ മദീനത്തി മറദു അലൻ നിഫാഖി, അവിടെ കാപ്പറ്റ്യം പേര് നടക്കുന്നവരെന്ന് പറഞ്ഞില്ല, മറന്നു പറഞ്ഞാല് പോക്കിരിമാരെ, കാപ്പറ്റ്യത്തിൽ പോക്കിരുത്തം ഫസ്റ്റ് റാങ്ക് നേടുന്നവര്, മനസ്സിലായില്ലേ? മറദു അലൻ നിഫാഖി ലാ തഅലമുഹും, നിങ്ങൾക്ക് മുഹമ്മദേ റസൂലുള്ളാഹിനോട് പറയാണ്, നിങ്ങൾക്കത് അറിഞ്ഞോളൂന്നല്ല, നമുക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് ചിലപ്പോൾ അറിയുകയില്ല അവരെവിടെ ഒളിച്ച് തോന്നിവാസം കാട്ടുന്നത് എന്നത്. പക്ഷെ അള്ളാഹ് പറയാണ്, നഹ്നു നഅലമുഹും, നാം അറിയുന്നുണ്ട്. നാം അവരുടെ അഡ്രസ്സും അവരുടെ റൂമും അവരുടെ എല്ലാ വിശദാംശമായ അവരെ കുറിച്ചുള്ളതായ വിശദീകരണങ്ങൾ നാം അറിയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു വിട്ടില്ല. അങ്ങനെ പറഞ്ഞു വിട്ട അള്ളാഹ് അറിയുന്നുണ്ടെങ്കിലും എന്ന് വിചാരിച്ച് ഒന്ന് സമാധാനിക്കാം. അതില്ല, അള്ളാഹ് അറിഞ്ഞത് മാത്രമല്ല, സനുഅദ്ദിബുഹും മറത്തൈൻ, മദീനയിൽ ഇരുന്നു കൊണ്ട് കാപ്പറ്റ്യം പേര് നടന്നവർക്ക് ഡബിൾ ശിക്ഷയാണെന്നാണ്. ഡബിൾ ശിക്ഷ, സാധാരണ ശിക്ഷയല്ല, സാധാരണക്കാർക്കുള്ള ശിക്ഷയല്ല. സനുഅദ്ദിബുഹും മറത്തൈൻ, ഇത് ഏത് കാലഘട്ടത്തിലേക്കും ബാധകമാകുന്ന ആയത്താണ്, അവർക്ക് മാത്രമുള്ളതല്ല. കാരണം അതിലുള്ള ആ കാപ്പറ്റ്യം പേറി നടന്നവരായ കപട വിശ്വാസികൾ ഏത് കാലഘട്ടത്തിലും എല്ലായിടങ്ങളിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും, മദീനയിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ മദീന ശുദ്ധീകരിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെയുള്ളവരെ തൊട്ട് അങ്ങനെയുള്ള ഒരു പ്രത്യേകത മദീനയ്ക്കുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ഫലമായിട്ട് മദീനയ്ക്ക് കിട്ടിയതായ ധാരാളം പ്രത്യേകതകളിൽ പെട്ടതാണ്. ഇന്നൽ ഈമാന ലയരിസുൽ മദീനത്തി കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിയ എന്ന ഹദീസും. അതൊക്കെ നമുക്കിപ്പോൾ വിശദീകരിക്കേണ്ട നമ്മുടെ വിഷയമല്ല, സബ്ജക്റ്റ് അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പല ശൈലിയിൽ പല സ്ഥലങ്ങളിലായിട്ട് പല രൂപത്തിൽ അള്ളാഹുവിൻ്റെ
ആ ശിട്ടുകളെ തൊട്ട് അവൻ അശ്രദ്ധനല്ല എന്നത് നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഖുർആനിൽ ലോകാത്ഭുത ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചതായ പല ശൈലികൾ എന്നിട്ട് ചില തന്നെയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സ്ഥലങ്ങളിൽ വളരെ തഫ്സീലായിട്ട് വിശദീകരിച്ച് പറയുകയാണ്, വമാ തകൂനു ഫീ ശൈഇൻ വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ വലാ തഅമലൂന മിൻ അമലിൻ ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദാ ഇദ് തുഫീദൂന ഫീഹി വമാ യഅ്സുബു അൻ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വലാ അസ്ഗറ മിൻ ദാലിക വലാ അക്ബറ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. നിങ്ങൾ എന്തെങ്കിലും കാട്ടുന്നുണ്ടെങ്കിൽ എവിടെ ഇരുന്ന് ലോകത്തിന്റെ ഏത് മുക്കിലോ മൂലയിലോ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ നിങ്ങൾ മുഴുകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഞാനിപ്പോൾ ഇന്ന് 10 പേജ് ഓതി, ഇന്നലെ 5 ഓതിയതായിരുന്നു, ഇന്ന് കുറച്ച് കൂടി, അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകുമോ എന്നൊക്കെ ഒരു തോന്നല്ല. നീ എത്ര ഓതിയാൽ, എത്ര വായിച്ചാൽ, എത്ര ഖുർആൻ ഓതിയാൽ, വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ വലാ തഅമലൂന മിൻ അമലി, എന്ത് ചെറുതോ അമലിൻ നിക്കിറയാണ്, എന്ത് ചെറുതോ വലുതോ ആയ പ്രവർത്തനങ്ങൾ നീ കാട്ടുന്നുണ്ടെങ്കിൽ അത് അടുക്കളയിൽ കാട്ടട്ടെ, റൂമിൽ കാട്ടട്ടെ, മണിയറയിൽ കാട്ടട്ടെ, എവിടെ കാട്ടിയാലും ഇല്ലാ കുന്ന അലൈക്കും ഷുഹൂദ, നാം അതിനെല്ലാം സാക്ഷിയാണ്. അള്ളാഹു പറയാണ്, ഇത് തുഫീദൂന ഫീ, അതിൽ നിങ്ങൾ മുഴുകുന്ന സന്ദർഭത്തിൽ. അങ്ങനെയാണല്ലോ ഫിലിൽ മുഴുകുമ്പോൾ, അല്ലെങ്കിൽ തോന്നിവാസങ്ങളിൽ മുഴുകുമ്പോൾ, അനാചാരങ്ങളിൽ മുഴുകുമ്പോൾ, അല്ലെങ്കിൽ ഡാൻസ് കാണുന്ന കാഴ്ചയിൽ മുഴുകുമ്പോൾ, തഉസ്സുഹും അസ്സാനല്ലേ മുസ്ലിങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, സത്യവിശ്വാസികളല്ലാത്തവരെ കുറിച്ച് ഇന്ന അർസൽന ശയാത്തീന അലൽ കാഫിരീന തഉസ്സുഹും അസ്സാ. അങ്ങനെയാണ് മുഴുകുന്ന സന്ദർഭത്തിൽ എന്താ കാട്ടുന്നതെന്ന് അറിയില്ല. അവർക്ക് 4 മണിക്കൂർ തുള്ളിയാലും ചാടിയാലും അവർക്ക് ക്ഷീണം ഉണ്ടാവില്ല, ചാടിക്കൊണ്ടേയിരിക്കും. അതിനെക്കുറിച്ച് അള്ളാഹു പറയുകയാണെന്ന്, ഇത് തുഫീദൂന ഫീഹി, നിങ്ങൾ ആ പ്രവർത്തനത്തിൽ മുഴുകുന്ന സന്ദർഭത്തിൽ അള്ളാഹു അതിനെ വീക്ഷിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്ന ആയത്തുകളാണ്, നാം ഓതാറുള്ള ആയത്തുകളാണ്. പക്ഷെ അത് സ്മരിക്കാനും ഓർക്കാനും ഒന്ന് ഹൃദയം തട്ടി മനസ്സിലാക്കാനും ആരുണ്ട് എന്നതാണ് ഇവിടെ വിഷയം. മനസ്സിലായില്ലേ? അതങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അത് നമുക്ക് റബ്ബാനിയീൻ എന്ന അല്ലാഹു ഖുർആനിൽ വിശേഷിപ്പിച്ച ആ ഇനത്തിൽപ്പെടാൻ നമുക്ക് സാധിക്കും. ഇവിടെ വരുന്നവരോട് ഞാൻ പറയാറുള്ളത്, ആജീകരിക്കാൻ, ഉംറക്കാരുടെ ഇനത്തിൽപ്പെടാൻ, മദീനീകരിക്കാൻ, മക്കീകരിക്കാൻ, സ്വർഗത്തോപ്പീകരിക്കാൻ, മുഹാജിരീകരിക്കാൻ, അൻസാരീകരിക്കാൻ എന്നൊക്കെ ഞാൻ മദീനയിലേക്ക് വരുന്നതായ അള്ളാഹുവിൻ്റെ അതിഥികളോട് പറയാറുണ്ട്. അത് തന്നെയാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടാണ് പറയുന്നത്. ഈ നാട്ടിലിറങ്ങിയതായ ഗ്രന്ഥമാണ്, ഈ നാട്ടിലിറങ്ങിയതായ ആയത്തുകളാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധനായി പോകുമോ എന്ന് വല്ലവർക്കും അങ്ങനെയുള്ള സംശയം വല്ലവർക്കും ഉണ്ടെങ്കിൽ അതിനും അല്ലാഹു മറുപടി ഖുർആനിൽ തന്നെ നൽകിയിട്ടുണ്ട്. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ മുഹ്തിഈന മുഖ്നിഈ റൂസിഹിം ലാ യർതദ്ദു അലൈഹിം തറഫുഹും വഅഫ്ഇദതുഹും ഹവാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധനേ അല്ല. ഇതുവരെ പറഞ്ഞത് നിങ്ങളെ ഞാൻ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതോടൊപ്പം അതുപോലെയുള്ള പദമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് തന്നെയാണ്. ഖുർആനിൽ പല ശൈലികൾ, ധാരാളം ആ ശൈലികൾ എന്നിട്ട് ചിലത് മാത്രം നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്തതാണ്. അള്ളാഹു നിങ്ങളെ തൊട്ട് അശ്രദ്ധനാണ് എന്നത് ഒരിക്കൽ നിങ്ങൾ മനസ്സിലാക്കരുത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ചിലർക്ക് തോന്നിപ്പോകാറുണ്ട്, ഞാനിപ്പോൾ എത്ര കാലമായി തോന്നിവാസം ചെയ്യുന്നു, 5 വക്ത് നിസ്കാരം വേണ്ടതുപോലെ നിസ്കരിക്കുന്നില്ല, പ്രത്യേകിച്ച് സുബഹി നിസ്കാരത്തിന് എന്നെ കിട്ടാറില്ല, കാരണം ഞാൻ കളിയിലാണ്, അതുകൊണ്ട് സുബഹി നിസ്കാരത്തിന് എന്നെ കിട്ടാറില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നൊന്നും കാട്ടുന്നില്ല, ഇതുവരെ അള്ളാഹു എന്നെ ശിക്ഷിച്ചില്ല എന്നൊക്കെ തോന്നിപ്പോകാറുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്ത് അങ്ങനെയല്ല ചങ്ങാതി, അത് ഈ മീനിനെ നാം ചൂണ്ടലിടുന്ന സന്ദർഭത്തിൽ കൂടുതൽ ഇറക്കാണല്ലോ. എന്തിനാണ്? മീന് മനസ്സിലാക്കൽ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അത് എനിക്ക് ഇരയിട്ട് തരുന്നത് അല്ല, മീനോടുള്ള സ്നേഹം കൊണ്ടല്ല. പിന്നെയോ, മീൻ നമുക്ക് തിന്നാൻ വേണ്ടിയാണ്, അത് മീൻ തിന്നാൻ വേണ്ടിയല്ല, അല്ലേ? എന്നതുപോലെ നമ്മെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിന്റെ എല്ലാ ചാൻസും എല്ലാ തൗഫീഖും ഇവിടെ തോന്നിവാസം ചെയ്യുന്നവർക്ക്, ശിർക്ക് ചെയ്യുന്നവർക്കും ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു. അയ്യപ്പൻ്റെ കുന്നിൻ്റെ മീതെ കയറിയവർക്കും പ്രശ്നം പരിഹരിക്കുന്നു, അത് അദ്ദേഹത്തിന് കുട്ടി ലഭിക്കുന്നു. അതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ക്ലാസ് മെമ്പർമാരുള്ള ഒരു വ്യക്തി അയ്യപ്പൻ്റെ കുന്നിൻ്റെ മീതെ കയറിയാളും എന്നിട്ട് കുട്ടിയെ കിട്ടിയാളൊക്കെ സംഭവം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവൻ്റെ ക്ലാസ് മെമ്പറായിരുന്നു. പറഞ്ഞു വരുന്നത്, എല്ലാവർക്കും ആരായിരുന്നാലും അള്ളാഹിനോട് ചോദിക്കുന്ന ആളാവട്ടെ, അള്ളാഹു അല്ലാത്ത കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരോട് ചോദിക്കുന്ന ആളാവട്ടെ, ബിംബങ്ങളോട് ചോദിക്കുന്ന ആളാവട്ടെ, ജിന്നുകളോട് ചോദിക്കുന്ന ആളാവട്ടെ, മലക്കുകളോട് ചോദിക്കുന്ന ആളാവട്ടെ, എല്ലാവർക്കും പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ആരാണ്? ഈ പറഞ്ഞ ആൾക്കാരൊന്നുമല്ല. ആരാണ്? അള്ളാഹുവാണ്.
മനസ്സിലായില്ലേ? അപ്പോൾ അവർക്കെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. നിങ്ങൾ തെറ്റ് ചെയ്യുന്നതോടുകൂടി, നിങ്ങൾ എൻ്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നതോടുകൂടി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നു എന്നതുകൊണ്ട്, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് അത് ചെയ്യുകയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുരുട്ടുന്ന മേൽപോട്ട് കണ്ണു നോക്കിയാൽ മടങ്ങി വരാൻ പറ്റാത്ത രൂപത്തിലുള്ള നോട്ടം നോക്കുന്ന ഒരു കാലം വരാൻ പോകുന്നുണ്ട്. അതാണ് മുഹ്തിഈന മുഖ്നിഈ റൂസിഹിം, തല താഴ്ത്തി നിന്യതയുടെ ഇരുത്തമിരിക്കുന്നതായ ടൈം. അള്ളാഹുവിന് അപ്പോഴാണ് അവിടെ ആ താഴ്മയും ആ നിന്യതയും ഒക്കെ പ്രകടമാവുക. ഇവിടെ താഴ്മയും വിന്യതയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി അവിടെ അങ്ങനെ സംഭവിക്കേണ്ടി വരികയില്ലായിരുന്നേനെ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിലേക്ക് വേണ്ടി നീട്ടിവെച്ചിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഫുർഖാൻ അദീമിൽ പറയുകയാണ്. തശ്ഖസു ഫീൽ അബ്സാർ മുഹ്തിഈന മുഖ്നിഈ റൂസിഹിം ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും വഅഫീദതുഹും ഹവാ. അവരുടെ അഫീദ, ഹവ എന്ന് പറഞ്ഞാൽ അന്താളിക്കുന്ന സന്ദർഭത്തിൽ, പരിഭ്രാന്തനാവുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ ഒന്നും ചിന്തിക്കാൻ പറ്റൂല. ചിന്തിക്കാൻ പറ്റാതെ പ്രശ്നങ്ങൾ വർദ്ധിച്ച് വിസയില്ല, കാശില്ല, പട്ടിണിയോട് പട്ടിണി, നാട് വിടേണ്ടി വരും. ഇപ്പോൾ പ്ലെയിനില്ല, പ്ലെയിനുണ്ട് പക്ഷെ ടിക്കറ്റ് വാങ്ങാൻ കാശില്ല. അങ്ങനെ പ്രശ്നമായിക്കൊണ്ട് വരുമ്പോൾ എന്താവും? ഹൃദയം ഹവ പോലെയായി മാറും. എന്ത് കാട്ടണം, എന്ത് ചെയ്യണം, ആരെന്നെ സഹായിക്കും, ആരെന്നെ രക്ഷിക്കും, അല്ലേ? അതൊരു ചെറിയ ഉദാഹരണമാണ്. അവിടെ അങ്ങനെ തന്നെയാണ് ആവുക. എന്താ സംഭവിക്കാന്ന് അറിയുകയില്ല. മനസ്സിലായില്ലേ? അത് അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഭാഗത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഗതികേടിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ വമൻ യുശ്രിക് ബില്ലാഹി ഫകന്നമാ ഖറ മിനസ് സമാ ഫതഖ്തഫുഹു അത്ത്-തയ്റു ഔ തഹ്വീ ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ്. അള്ളാഹുവിലേക്ക് പ്രശ്നപരിഹാരത്തിന് പോകാതെ, അള്ളാഹുവിന് ആരാധനകൾ സമർപ്പിക്കാതെ, അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ അള്ളാഹുവിനേക്കാളും ഉയർത്തുകയോ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സമന്മാരാക്കി മാറ്റുകയോ ചെയ്യുന്ന വിഭാഗത്തിലേക്ക് സൂചന നൽകിയും കൊണ്ട് അള്ളാഹ് പറയുന്ന ശൈലിയാണ് അള്ളാഹുവിന്റെ കൂടെ മറ്റുള്ളവരെ ശിർക്ക് ചെയ്യുന്ന, പങ്കു ചേർക്കുന്ന വിഭാഗം. ഫകഅന്നമാ ഖറ മിനസ് സമാ, മീതെയുള്ളതിന്റെ പേര് സമാ എന്നാണ്. മീതെ നിന്ന് ഒരാൾ എറിയപ്പെട്ട് കഴിഞ്ഞാൽ താഴെ എത്തുന്നതിന്റെ ഇടയിലുള്ളതായ ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ സ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന്റെ ഹൃദയം എന്ത് പറയുന്നുണ്ടായിരിക്കും? എവിടെ പോയി ഞാൻ എറിയപ്പെടും? ഏത് മുക്കിലേക്ക്, മൂലയിലേക്ക്, ഏത് കടലിലേക്ക് അല്ലെങ്കിൽ കരയിലേക്ക്, കുന്നിലേക്ക്, പാറയിലേക്ക്, എവിടേക്കാണ് ഇപ്പോൾ ഞാൻ എന്നെ എറിയപ്പെടുക? ആ നിമിഷങ്ങളിൽ, ഏതാനും നിമിഷങ്ങളാണത്, ആ നിമിഷങ്ങളെക്കുറിച്ച് അത് നമുക്കൊരു കോലപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഇറക്കിയതായ ആയത്താണ്. ആരെക്കുറിച്ച്? ശിർക്ക് ചെയ്യുന്നവരുടെ സ്ഥിതി. അതിന് ഞാൻ പലപ്പോഴും പല ക്ലാസ്സിലും പറഞ്ഞതാണ്. എൻ്റെ ക്ലാസ് മെമ്പർമാരിൽ ഒരു സഹോദരൻ ഇവിടെ വന്നിട്ട് ക്ലാസ്സിലൊക്കെ പങ്കെടുത്തു, സത്യം മനസ്സിലാക്കി, അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി മക്ക കണ്ടു, മദീന കണ്ടു, എല്ലാം കണ്ടു, തൗബ ചെയ്തു, പശ്ചാത്തപിച്ച ശേഷം അദ്ദേഹം ഒരു ബക്കാലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, മൗലവി, കേരളത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലുള്ളതായ മേക്ക ഖബറുകളിലേക്കും ഞാൻ ചെന്നിട്ടുണ്ട്. അജ്മീറിലും പോയിട്ടുണ്ട്, നാഗൂറിലും പോയിട്ടുണ്ട്. കേരളത്തിലുള്ള ഖബറുകളൊന്നും ഒഴിവാക്കിയിട്ടില്ല. ആ സന്ദർഭങ്ങളിലൊക്കെ എന്താ പ്രശ്നം പരിഹരിക്കാതെ ഞാൻ പ്രയാസപ്പെട്ടു ജീവിക്കുകയായിരുന്നു. ഇവിടെ വന്നിട്ട് തൗഹീദ് ഉൾക്കൊണ്ടപ്പോൾ അള്ളാഹുവിനോട് മാത്രം ചോദിച്ചാലേ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. അള്ളാഹുവിനോട് മാത്രമേ പരിഹരിക്കപ്പെടാതിരിക്കട്ടെ കെട്ടുറപ്പുള്ള വിശ്വാസത്തോടുകൂടി അവനാണ് എൻ്റെ നാഥൻ, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ, അവനാണ് എന്നെ പരിശോധിക്കുന്നവൻ, അവനാണ് എനിക്ക് കാശ് തരുന്നവൻ, അവനാണ് എല്ലാം ചെയ്യുന്നവൻ എന്ന ആ കഴിവ് കൽപ്പ് ഞാൻ ഉൾക്കൊണ്ടതിൻ്റെ ശേഷം എൻ്റെ പ്രശ്നങ്ങൾ മുഴുവനും മല പോലെ വരുന്നത് മഞ്ഞ് പോലെയായി മാറി ഈ മൗലവി എന്ന് എന്നോട് പറഞ്ഞതായ ഒരു ക്ലാസ് മെമ്പറെ കുറിച്ച് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അള്ളാഹു പറയുന്ന ശൈലി അതാണ്. എന്ത്? ومن يشرك بالله فكأنما خر من السماء فتخطفه الطير أو تهوي به الريح في مكان سحيق. വിശാലമായ ഏതോ മുക്കിലേക്കോ മൂലയിലോ ഏതോ അന്തരീക്ഷത്തിലേക്കോ അദ്ദേഹത്തിന് വലിച്ചെറിയപ്പെട്ട സന്ദർഭത്തിൽ എവിടെയാണ് അവനെ ഈ കൊടുങ്കാറ്റ് വന്നിട്ട് അല്ലെങ്കിൽ ആനരാഞ്ചി പശു വന്നിട്ട് എന്തെങ്കിലും ചെയ്ത് രാഞ്ചി കൊണ്ടുപോവുകയോ കൊടുങ്കാറ്റ് വന്നിട്ട് അവനെ വലിച്ചെറിയുകയോ ചെയ്യപ്പെടുമെന്നതായ ആ വിഷണമാണ് അവനുണ്ടാവുക. ആർക്ക്? മീതെ നിന്ന് എറിയപ്പെട്ട വ്യക്തിക്ക് എന്നതുപോലെയാണ് അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രശ്നപരിഹാരത്തിന് പോകുന്നതായ അള്ളാഹുവിനെ താഴ്ത്തി അള്ളാഹുവിനെ വിലവെക്കാതെ അള്ളാഹിനെ വിലവെക്കേണ്ടതുപോലെ വിലവെച്ചിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞതായ ആശയിൽ ജീവിക്കുന്നതായ ഷിട്ടികളുടെ നീച നികൃഷ്ട ചിന്താഗതിയുമായി പേര് നടക്കുന്ന ശിർക്ക് ചെയ്യുന്ന അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന വിഭാഗത്തിന്റെ സ്ഥിതി എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു അവന്റെ ലോകാത്ഭുത ഗ്രന്ഥത്തിൽ സൂറത്ത് സുമറിലൂടെ വിശേഷിച്ച വിശേഷണങ്ങൾ ഇവിടെ സ്മരണീയമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതായ ചില അസാലിബുകളെയാണ് നിങ്ങളോട് ഞാൻ ഇതുവരെ ഉണർത്തിയത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
ശിർക്കല്ലാത്ത, ശിർക്കടക്കമുള്ളതും ചിലപ്പോൾ വരും ചില ആയത്തുകളിൽ, ശിർക്കല്ലാത്തതായ മാസിയത്തുകൾ നിങ്ങൾ ചെയ്താലും അതിനെയെല്ലാം ഞാൻ വീക്ഷിക്കുന്നുണ്ട് എന്ന ശൈലി കുറിക്കുന്ന ആയത്തുകളും ദശക്കണക്കിലുണ്ട് ഖുർആനിൽ. അങ്ങനെ ചില ആൾക്ക് തോന്നി പോകാറുണ്ട്, എന്ത് ഞാനിപ്പോൾ തൗഹീദ് കൊണ്ടല്ലേ, ഞാൻ ആദർശമൊക്കെ ശരിയാക്കില്ലേ, ഞാനിപ്പോൾ ഒരു ഫിലിമൊക്കെ എന്താ പോകുന്നത്, കുറച്ച് അശ്ലീലൊക്കെ കണ്ടാൽ എന്താ വരാൻ പോകുന്നത്, കുറച്ച് പലിശയൊക്കെ തിന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, കുറച്ച് ലോണൊക്കെ എടുത്താൽ പലിശയോട് കൂടിയുള്ളതായ ആ പെരുമാറ്റം മുആമലാത്തുകളൊക്കെ നടത്തിയാൽ എന്താ വരാൻ പോകുന്നത്, ഞാൻ തൗഹീദിലല്ലേ, തൗഹീദിൽ രക്ഷപ്പെടാമെന്നല്ലേ റസൂൽ പറഞ്ഞത്. വൈൻസറക്കാനുള്ള ഹദീസും നടക്കും അബൂദർ ഗിഫാരിയുടെ, വ്യഭിചരിച്ചാലും കള്ളു കുടിച്ചാലും എന്ത് ദോഷം ചെയ്താലും നിനക്ക് നിന്റെ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടുമല്ലേ റസൂൽ പറഞ്ഞത് എന്ന തത്വം ഉൾക്കൊണ്ടുകൊണ്ട് റാങ്ക് നേടിയവരുണ്ട്. പലിശ ബാങ്കിൽ കാശ് ശേഖരിക്കുന്ന കാര്യത്തിലും പലിശ സമ്പാദിക്കുന്ന കാര്യത്തിലും തൗഹീദിന്റെ വക്താക്കളാന്ന് പറയുന്നവരിൽ ധാരാളം പേര്, പലരും ഇന്നത്തെ യുഗത്തിൽ പലരും അതിനെക്കുറിച്ച് ആക്ഷേപിച്ച് ഫോണുകൾ വരാറുണ്ട്. എൻ്റെ വാപ്പ അങ്ങനെയാണ്, വാപ്പ മോഹിദല്ലേ ഞാൻ ചോദിക്കും, അത് മോഹിദാണ്, പിന്നെ ഇത് സംഭവിച്ചു, അള്ളാഹു അല്ല മൂപ്പർ എങ്ങനെയാണ്, പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയാണ് തിന്നുന്നത്, എനിക്ക് തിന്നാൻ പറ്റുമോ മൗലവി എന്ന് ചോദ്യം. അങ്ങനെ പല സംഭവങ്ങൾ, ഒന്നും രണ്ടും ഒന്നുമല്ല. ഇത് ആരെക്കുറിച്ച് ചോദിക്കുന്നത്? തൗഹീദിന്റെ വക്താക്കളാണ് എന്ന് പറയുന്നവരെ കുറിച്ചാണ് ചോദ്യം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെയുള്ള മഹാ വടക്ക് ചിന്താഗതികളിലേക്ക് നാം എത്തിപ്പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെ പാപങ്ങൾ പുറത്തു തരും, എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരും, പക്ഷെ അത് നിബന്ധന വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിബന്ധന വെച്ചിട്ടുണ്ട്, കേൾക്കാൻ പോകുന്നത് പോലെ സമയമുണ്ടെങ്കിൽ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാനുൽ അലീമിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇതുവരെ പറഞ്ഞു വരുന്ന ഈ വിഷയത്തിൽ അല്ലാഹു നമ്മെ വീക്ഷിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്, മലക്കുകളെ നിർണയിച്ചിട്ടുണ്ട്. അവരുടെ ഡ്യൂട്ടി അതാണ് എന്നല്ലാതെ അള്ളാഹ്ക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ല. ഇതൊക്കെ പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഖുർആനുൽ അലീമിൽ ചില പ്രത്യേക അൽഫാളുകൾ ഉപയോഗിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. രാത്രി പരിശോധിച്ച് നോക്കിയപ്പോൾ, ഒരുമിച്ച് കൂട്ടിയപ്പോൾ, എന്നല്ലാതെ ഖുർആനിൽ പണ്ടേ ഉള്ളതും പണ്ടേ വായിക്കുന്നതും നിങ്ങളൊക്കെ വായിക്കുന്നതുമാണ്. അപ്പോൾ 60ഓളം പ്രാവശ്യം, 60ൽ കൂടുതൽ പ്രാവശ്യം ഈ തെറ്റുകളെ പറയുമ്പോൾ കസബത്ത് ഇക്തസബ, ഇക്തസബ കസബ എന്നുള്ള പറയുന്ന പാടാം. മാസിയ പറയാതെ തന്നെ കസബ എന്ന് പറയും. അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ ക്രൂരകൃത്യത്തിന്റെ ഫലമാണ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ കസബ എന്ന പദം തന്നെ അള്ളാഹു ഉപയോഗിക്കും. അതുപോലെ തന്നെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഖുർആനിൽ മാസി എന്ന പദം, മാസിയത്ത് എന്ന പദം അല്ലെങ്കിൽ ദുനൂബി എന്ന പദം 40ഓളം തവണ ഉപയോഗിച്ചതായിട്ട് കാണാവുന്നതാണ്. അതുപോലെ തന്നെ സയ്യിആത്ത് എന്ന പദം 30ഓളം തവണ ഏകദേശം ഉപയോഗിച്ചതായിട്ട് കാണുന്നതാണ്. അഖ്താ എന്ന പദം ഇതേ വിഷയം ഒന്ന് തന്നെയാണ്, എല്ലാത്തിൻ്റെ അർത്ഥം ഏകദേശം തുല്യതയുള്ളതായ അർത്ഥമാണ്. അഖ്താ എന്ന പദം 18ഓ 17ഓ പ്രാവശ്യം ഉപയോഗിച്ചതായിട്ട് കാണുന്നു. ഇതൊക്കെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു വേറെയും ശൈലികളുണ്ട് ഖുർആനിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ളതായ. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? നമ്മെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി. എന്ത്? അള്ളാഹു നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഇവിടെ റിക്കാർഡാക്കപ്പെടുന്നുണ്ട് എന്നത് വിശദീകരിച്ച് തരാനുള്ളതായ അള്ളാഹുവിൻ്റെ ഒരു രൂപമാണ് ലോകാത്ഭുത ഗ്രന്ഥത്തിൽ. പിന്നെ അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ പ്രത്യേകതയാണ് തഫന്നുൻ, അല്ലേ? ഖുർആനിൽ പറഞ്ഞു തന്നെ പറഞ്ഞാലും താരതമ്യേന പഠനത്തിൽ നോക്കിയാൽ അതല്ല ഇത്. പദത്തിൽ അൽഫാദുകളിൽ വ്യത്യാസമുണ്ട്, സാഹിത്യത്തിൽ വ്യത്യാസമുണ്ട്. അത് ഖുർആന്റെ പ്രത്യേകതയാണ്. ഫുനൂനുൽ ഖുർആൻ വായിക്കുന്ന പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ആ പ്രത്യേകത അത് ഖുർആൻ ആഴത്തിൽ അറിയി പഠിക്കുന്നവർക്ക് അറിയുകയുള്ളൂ. മറ്റുള്ളവർ പരിഭാഷയിൽ കൂടി വായിക്കുമ്പോൾ അവിടെയും പറഞ്ഞ തെറ്റാണ്, ഇവിടെയും പറഞ്ഞ തെറ്റാണ്. മലയാള ഭാഷയുടെ പ്രത്യേകതയാണതേ. മലയാള ഭാഷയ്ക്ക് സയ്യാത്തൊരു അർത്ഥമോ അല്ലെങ്കിൽ മാസിയത്തിന് വേറൊരു അർത്ഥമോ അല്ലെങ്കിൽ അഖ്താന് മറ്റൊരു അർത്ഥമോ അങ്ങനെ ഇല്ലല്ലോ മലയാള ഭാഷയിൽ. മലയാളത്തിലൊരു പദം ഉള്ളത്, അല്ലേ? അങ്ങനെയല്ല അറബി ഭാഷയിൽ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷ തന്നെ ഖുർആൻ ലോകാത്ഭുതം ഇറക്കാൻ തിരഞ്ഞെടുത്തതായിരിക്കാം, അല്ലാഹു അലം. ഏതായാലും ഖുർആൻ പറയുന്നത് കേൾക്കുക, ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ. അതൊന്ന്, അവർ പ്രവർത്തിച്ചതിൻ്റെ നസീബ് അവർക്ക് പരലോകത്തിൽ ലഭിക്കും. ആരെക്കുറിച്ചാണ് ഈ വാക്ക് പറഞ്ഞത്? സൂറത്തുൽ ബഖറയിൽ ഹജ്ജിന്റെ ആയത്ത് സംസാരിച്ചപ്പോഴാണ്. ആരെക്കുറിച്ച്? ഹജ്ജിന് ഉംറയ്ക്ക് വേണ്ടി മക്കയിലേക്ക് വരുന്ന വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഉലൈക ലഹും നസീബും, ജനങ്ങളിൽ മുന്നാസി ബയഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ് വമിന്നും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ ഉലൈക ലഹും നസീബും മിമ്മാ കസബു. അവിടെ വെച്ചിട്ട് റബ്ബേ ഇഹത്തിലും പരത്തിലും ഞങ്ങൾക്ക് സമ്പാദ്യം വേണം എന്നൊക്കെ പ്രാർത്ഥിച്ചവർക്ക് എന്തുണ്ട്? ഉലൈക ലഹും നസീബും മിമ്മാ കസബു. അപ്പോൾ അവിടെ ദോഷത്തിനെ കുറിച്ചല്ല അള്ളാഹു ആ പദം ഉപയോഗിച്ചത്, കസ്ബി എന്നത്. അവരുടെ പ്രവർത്തനത്തിന്റെ ഫലം അവർക്ക് കാണാൻ പറ്റുക തന്നെ ചെയ്യും. പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഫലമില്ല. ഹാജിമാരെ, ഇവിടുന്ന് റബ്ബേ നല്ല ഹലാലായ സമ്പാദ്യം സമ്പാദിക്കാൻ എനിക്ക് തൗഫീഖ് ചെയ്യണേ എന്ന് മക്കത്ത് വന്ന് മദീനത്ത് വന്ന് പുണ്യഭൂമിയിൽ വന്ന് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് പ്രാർത്ഥിച്ചു പോയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതേ പലിശ ബാങ്കിൽ ക്യൂ നിൽക്കാൻ നിന്നാൽ
ഫലമില്ല. അപ്പോൾ ഇവിടുന്ന് കേട്ടതനുസരിച്ചിട്ട്, ഇവിടുന്ന് ചെയ്തതനുസരിച്ച്, ഇവിടുന്ന് പറഞ്ഞതനുസരിച്ച് അവിടെ പ്രവർത്തിക്കണം എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. എന്നാൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു ലഹാ മാ കസബത്ത് വലൈഹാ മക്തസബത്ത്, അത് തെറ്റ് ചെയ്യുമ്പോൾ പദം കൂടി, പദത്തിന്റെ അൽഫാളുകൾ കൂടി. ലഹാ മാ കസബത്ത്, നിങ്ങൾ ചെയ്തതിന്റെ നന്മ ആണെങ്കിൽ ആ നന്മയുടെ പ്രതിഫലം കിട്ടും. വലൈഹ, അവർക്കുണ്ട് മക്തസബത്ത്, അവർ പ്രവർത്തിച്ച ക്രൂരകൃത്യത്തിന്റെ പ്രതികാരം. അവിടെ പ്രതികാരം എന്ന് പറഞ്ഞപ്പോൾ അൽഫാളുകൾ കൂടി. അപ്പോൾ അൽഫാളുകൾ വർദ്ധിക്കുമ്പോൾ എന്തുണ്ട്? മാനകൾ വർദ്ധിക്കും അറബി ഭാഷയിൽ. അതെ, അതുപോലെ തന്നെ ഖുർആൻ പറയുന്ന വെറുശീലി കേൾക്കുക. കസ്ബ് എന്ന പദമാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. ഇപ്പോൾ ലൗ യുആഖിദുല്ലാഹു الناس ബിമാ കസബു മാ തറക അലാ വഹിരിഹാ മിൻ ദാബ്ബ വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മാ. ജനങ്ങൾ ഇവിടെ ചെയ്യുന്ന ക്രൂര കൃത്യത്തിന് പകരം അതാത് സമയത്ത് ശിക്ഷിക്കാൻ അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരും ഉണ്ടാവില്ല. ഇവിടെ ജന്തു ഉണ്ടാവില്ല ഇവിടെ. കാരണം ശിക്ഷിക്കപ്പെടാൻ അർഹപ്പെട്ടവരാണ് ഇവിടെ ബഹുഭൂരിപക്ഷമുള്ളത്. ബഹുഭൂരിപക്ഷം ഇവിടെ ഉള്ളവരാരാണ്? ശിക്ഷിക്കപ്പെടാൻ അർഹപ്പെട്ടവരാണ്. പിന്നെ വലിയ പെരുമ കൊണ്ടോ ബഹുമതി കൊണ്ടോ അള്ളാഹുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് ഞങ്ങൾക്ക് എന്നതുകൊണ്ടോ ഒന്നല്ലല്ലോ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, ഇങ്ങനെയുള്ള വിഷയം പറയുമ്പോൾ റസൂലുള്ളാഹിയുടെ പ്രാർത്ഥനയായിരുന്നു ഉമ്മത്ത് മുഹമ്മദിന് വേണ്ടി. ഉമ്മത്ത് ദഅവയാവട്ടെ, ഉമ്മത്തുൽ ഇസ്തിജാബ ആവട്ടെ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇവിടുന്ന് എൻ്റെ ഈ പള്ളിയുടെ ബേക്കിലുള്ള പള്ളിയാണ് മസ്ജിദുൽ ഇജാബ എന്ന പള്ളി. ആ പള്ളിയിൽ വെച്ചിട്ടാണ് പ്രാർത്ഥന എന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. ആ പ്രാർത്ഥനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അതിൽ ഒന്നിന് മറുപടി കിട്ടിയില്ല, 2 മറുപടി കിട്ടി എന്ന് നാം പഠിച്ചതാണ്, അല്ലേ? നാം പഠിച്ചതാണ്. ആ മറുപടി കിട്ടിയതിൽപ്പെട്ടതാണ് എന്ത്? ഇവിടെ ഒന്നടങ്കം നശിപ്പിക്കുക എന്നത് എൻ്റെ ഉമ്മത്തുകൾക്ക് ഉണ്ടാവരുത് എന്നത്. പണ്ടുള്ളവർ അങ്ങനെ അള്ളാഹു നശിപ്പിക്കാറുണ്ടായിരുന്നു. നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ എല്ലാവരും നശിപ്പിക്കാൻ, ഒരു മകനെങ്കിലും രക്ഷിപ്പിക്കാൻ വിചാരിച്ചിട്ട് അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഖബർ പൂജ നടത്തുന്ന ഒരു മകനുണ്ടായിരുന്നു. ആ മകനെ കാഫിർ എന്ന് വാപ്പ പേര് വെച്ചു. അള്ളയാണ് പേര് വെച്ചത്. വലാതകും മഅൽ കാഫിരീൻ, നീ ആ ഖബർ പൂജക്കാരുടെ കൂടെ പെട്ടുപോകരുത്. എന്താ ഖബർ പൂജക്കാര്? വദ്ദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ എന്ന മഹാത്മാക്കളുടെ ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് അവർ ശിർക്ക് ചെയ്തിട്ട് ആ തൗഹീദിൽ നിന്നിട്ട് വ്യതിചലിച്ചവരായിരുന്നു. ആ വ്യതിചലിച്ചവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഫലമായിട്ട് ശിക്ഷിക്കാൻ തീരുമാനിച്ചു. ശിക്ഷിച്ചത് ആരെയാണ്? ആ നാട്ടുകാരെ മാത്രമാണോ? ഇറാഖികളെ മാത്രമാണോ? അല്ലെങ്കിൽ സിറിയക്കാരെ മാത്രമാണോ? അതിന്റെ പരിസരത്തുള്ളവരെ മാത്രമാണോ? അല്ലെ, ലോകത്താസകലം. തൂഫാൻ ആകാശത്തിനോട് പറഞ്ഞ് ആകാശത്തിലുള്ള വെള്ളത്തോട് മുഴുവൻ ഇറങ്ങൂ താഴെയെന്ന്, ഭൂമിയോട് പറഞ്ഞ് ഭൂമിയിലുള്ള വെള്ളം മുഴുവൻ ഇറക്കുമെന്നു. അങ്ങനെ ഭൂമിയുള്ള അള്ളാഹ് പറയുന്ന ശൈലിയാണിത്. അങ്ങനെ ആകാശത്തുള്ള വെള്ളവും ഇറങ്ങി, ഭൂമിയിലുള്ള വെള്ളവും ഇറങ്ങി. അങ്ങനെ അവർ നൊടിയിട കൊണ്ട് ചുട്ടി ചാമ്പലാക്കപ്പെട്ടു, അല്ലേ? എന്താണ് സംഭവം? അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തി എന്നതാണ്. അങ്ങനെ സംഭവിക്കരുത് എൻ്റെ ഉമ്മത്തികൾക്ക് എന്ന് ആര് പ്രാർത്ഥിച്ചു? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ മുസ്ലിങ്ങളെ ഒന്നടങ്കം നശിപ്പിക്കുന്ന ഒരു ശത്രു മുഴുവൻ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ആരും തിരിയണ്ടെന്ന് ലോകത്തോട് നമുക്കെന്നും പറഞ്ഞുകൊണ്ടേയിരിക്കാം. കാരണം ഇസ്ലാമിനെ ഒന്നടങ്കം നശിപ്പിക്കാൻ സാധിക്കുന്നതല്ല ഖിയാമത്ത് നാൾ വരെ, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായ പ്രാർത്ഥനയായിരുന്നത്. മൂന്നാമത്തെ പ്രാർത്ഥന ഏതാണ്? മുസ്ലിങ്ങളുടെ ഇടയിലുള്ളതായ ഭിന്നിപ്പ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലുള്ളതായ ഭിന്നിപ്പ്, അതിനെ അറിഞ്ഞു വരുത്തണം. ബഅസും ബൈനഹും ശദീദ്, മനസ്സിലായില്ലേ? അവരുടെ ഇടയിലുള്ള ബഹസ് ഉണ്ടല്ലോ, ആ ബഹസ് ഇല്ലാതെ ആക്കണം. അത് അള്ളാഹു മറുപടി നൽകിയില്ല. കാരണം അത് നമ്മുടെ ബാധ്യതയാണ്, അത് അള്ളാഹുവിന്റെ ബാധ്യതയല്ല. അത് നമ്മൾ അള്ളാഹ് ഏൽപ്പിച്ചതാണ്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമിഅ, നിങ്ങൾ തൗഹീദിന്റെ ബേക്കിൽ, അള്ളാഹുവിന്റെ ബേക്കിൽ നിങ്ങൾ അണിനിരക്കൂ എന്ന് അള്ളാഹ് നമ്മളോട് കൽപ്പിച്ചതാണ്. അതിൽ നാം എത്ര കണ്ട് വീഴ്ച വരുത്തുന്നു അത്ര കണ്ട് നാം ഛിന്ന ഭിന്നമാകുന്നു. നാം ഇപ്പോൾ കാണുന്നത് പോലെ നാം തൗഹീദിന്റെ വക്താക്കളാണെന്ന് പറയുന്ന, അഹ്ലുസ്സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണെന്ന് പറയുന്ന വിഭാഗം തന്നെ ചേരിയായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ചെറിയ ചില്ലറ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ഭിന്നിക്കുന്നത്. ചില്ലറ വിഷയങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറയാറുണ്ട്, ആദർശത്തിൽ ക്ലിയർ ആയവരെങ്കിലും ഇന്നത്തെ യുഗത്തിൽ യോജിക്കാൻ അനിവാര്യമായ ഒരു യുഗത്തിലാണ് നാം ഉള്ളത്. ഏറ്റവും കൂടുതൽ അനിവാര്യമായ യുഗമാണ് യോജിച്ചൂടെ എന്ന് ഞാൻ പറയാറുണ്ട്. യോജിക്കാനുള്ള മേഖലയിൽ യോജിക്കാം എന്ന് പറഞ്ഞാൽ പോരാ, പിന്നെയോ നാം ആദർശത്തിൽ ക്ലിയറായവരുടെ കൂടെ അവരിലുള്ളതായ വീഴ്ച അറിഞ്ഞതോടുകൂടി തന്നെ എന്ത് ചെയ്യാം? യോജിക്കുക എന്നതായ വാക്കിന് പ്രാധാന്യമുണ്ട്. ഖുർആനിൽ പ്രാധാന്യമുണ്ട്, സുന്നത്തിൽ പ്രാധാന്യമുണ്ട്, റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഖുർആനിലൂടെ പലയിടങ്ങളിൽ കൽപ്പിച്ചതാണ് യോജിപ്പിന് വേണ്ടി, പല ശൈലിയിൽ കൽപ്പിച്ചതാണ് യോജിപ്പിന് വേണ്ടി. ആ യോജിപ്പ് നമ്മളുടെ ബാധ്യതയായതുകൊണ്ട് ആ യോജിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി റസൂൽ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് എന്ത് സംഭവിച്ചില്ല? ഉത്തരം ലഭിച്ചതും ഇല്ല എന്ന് നാം പഠിച്ചു. അതെ, അല്ലാഹു പറയുന്നു, ലൗ യുഅഖിദുല്ലാഹു الناس ബിമാ കസബു മാ തറക അലാ ദഹരിഹാ മിൻ ദാബ്ബ വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മാ. പക്ഷേ നാം ഭിന്നിപ്പിക്കുകയാണ്. ഏതുവരെ? നാം നിർണയിച്ചൊരു ടൈം വരുന്നുണ്ട്. ആ ടൈമിലാണ് സോനിവാസികൾക്ക് അതിനുള്ളതായ പ്രതികാരം, നന്മ ചെയ്തവർക്ക് അതിനുള്ളതായ കൂലി എന്നത്.
അതുപോലെ തന്നെ ധാരാളം ആയത്തുകൾ ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നത് ഖുർആനിലുണ്ട്. അള്ളാഹു ഖുർആൻ പറയുന്ന വേറൊരു ശൈലിയിൽപ്പെട്ടതാണ് ലിർരിജാലി നസീബും മിമ്മ ഇക്തസബു ലിനിസാഇ നസീബും മിമ്മ ഇക്തസബ്ന. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് വിഭാഗത്തിനെയും സ്ത്രീകളാണെങ്കിലും നാം അറിയുന്നുണ്ട്, പുരുഷന്മാരാണെങ്കിലും നാം അറിയുന്നുണ്ട് എന്ന് അത് പുരുഷന്മാർക്ക് മാത്രം പറഞ്ഞതാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി അള്ളാഹു വിവരിച്ചിട്ടുണ്ട്. ومن يكسب إثما فإنما يكسبه على نفسه ومن يكسب خطيئة أو إثما ثم يرمي به بريئا فقد احتمل بهتانا وإثما مبينا. അവിടെയൊക്കെ അള്ളാഹു വെവ്വേറെയായിട്ട് ഒരാൾ തെറ്റ് ചെയ്താൽ അതിൻ്റെ പ്രതികാരം ഏൽക്കേണ്ടി വരും. ഒരാൾ തെറ്റ് ചെയ്യുകയും എന്നിട്ട് അവൻ ചെയ്തതായ തെറ്റിനെ മറ്റാളെ തലപ്പത്തിടുകയും ചെയ്താൽ കഠിനമായ തെറ്റ് ചെയ്തവനായി മാറി അവൻ എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് കാണാം. അതുപോലെ തന്നെ കസ്ബി എന്ന പദം നിങ്ങൾ കേട്ടതുപോലെ 60ഓളം തവണ അള്ളാഹു ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനൂബ് എന്ന പദം 40ഓളം തവണ പറഞ്ഞതായിട്ട് കാണാൻ സാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ശൈലിയിൽപ്പെട്ടതാണ് 40ഓളം തവണ സംസാരിച്ച കൂട്ടത്തിൽ വഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അറിയണം, പഠിക്കണം, സ്റ്റഡി എടുക്കണം, സ്റ്റഡി നടത്തണം, ക്ലാസ് എടുക്കണം. അറിഞ്ഞാ പോരാ. ഫറോവയുടെ ഈമാൻ അല്ല അള്ളാഹ്ക്ക് വേണ്ടത്. ഫറോവ പറഞ്ഞത് ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ലഖദ് അലിംത മാ അൻസല ഹൗലാ ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർദി ബസായിറ വഇന്നി ലഅദുന്നുക യാ ഫിർഔൻ മസ്ബൂറ എന്നൊക്കെ ഖുർആൻ പറഞ്ഞല്ലോ. ആ ഈമാൻ അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹ് പറയുന്നത് ഇൽം, ക്ലാസ് എടുക്കണം, പഠിക്കണം. അതിനുവേണ്ടി ധാരാളം ഗ്രന്ഥങ്ങൾ തന്നെ അള്ളാഹിന്റെ തൗഫീഖോടുകൂടി ലോകവ്യാപകമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ പഠിക്കാനുള്ളതായ ഇൽമ ഗ്രന്ഥങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യാപകമായതുപോലെ ഏത് കാലഘട്ടത്തിലും ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട്? ഏത് കാലഘട്ടത്തിലും കടന്നുപോയ കാലഘട്ടങ്ങളിൽ ഇന്നത്തെ കാലഘട്ടത്തെ പോലെ തൗഹീദ് മനസ്സിലാക്കുന്ന കാര്യത്തിൽ പിൻവലിച്ചവർ, അത് വേണ്ട എന്ന് വെച്ചവർ, അതിനോട് എതിർക്കുന്നവർ നമ്മുടെ ജീവിതത്തിൽ നിന്നിട്ട് ഉടലെടുത്തവരിൽ നിന്നിട്ട് തന്നെ ഉണ്ടായിട്ടിരിക്കുകയാണ്. അത് വേണ്ട എന്ന തീരുമാനം ആ കാലഘട്ടമായതുകൊണ്ട് ഓരോ കാലഘട്ടങ്ങളിലും രോഗത്തിന്റെ കട്ടി അനുസരിച്ചിട്ട് പണ്ഡിതന്മാര് ആ രോഗത്തിന് ചികിത്സ ഉണ്ടാക്കലാണ്. അതുകൊണ്ടാണ് ഗ്രന്ഥങ്ങളുടെ പെരുപ്പം ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഉണ്ടാവാൻ കാരണം. അപ്പോൾ അതിലൊന്നും അള്ളാഹിന്റെ മുമ്പിൽ പോയിട്ട് പറയാൻ പറ്റൂല, എനിക്ക് അറിഞ്ഞില്ല, എൻ്റെ ഭാഷയിൽ അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല, കൊണ്ടില്ല, പഠിച്ചില്ല, പറയാൻ ആളുണ്ടായിരുന്നില്ല, എനിക്ക് പഠിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നില്ല, അതൊന്നും പറഞ്ഞാൽ അള്ളാഹിന് നടക്കൂല. ഇന്നത്തെ യുഗത്തിൽ അടിച്ചാൽ മതി എല്ലാം കിട്ടും. ഇനി ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് പറയാൻ പറ്റൂല. അള്ളാഹു അലം. സ്വർഗത്തിനെ കുറിച്ച് അള്ളാഹ് പറയുകയാണ് ഓർത്താ മതി എന്ന്. ദുനിയാവിനെ കുറിച്ച് ഇപ്പോൾ ഇതുവരെ എത്തിയിട്ടുള്ളത് അടിക്കലാണ്. സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫിഹ മാ തശ്തഹീൽ അൻഫുസു വതലദ്ദുൽ അയുനു വഅൻതും ഫീഹാ ഖാലിദൂൻ. ഹൃദയം ഇച്ഛിക്കുന്നത് അവിടെയുണ്ട്. ഇങ്ങനെ കസാലയിൽ ഇരുന്നിട്ട് ഇച്ഛിച്ചാൽ മതി, അവിടേക്ക് എത്തും. ഇവിടെ അത് ഭക്ഷണം ഞെക്കണം, എന്നാൽ ആവശ്യമുള്ളതൊക്കെ കിട്ടും. ഷെയ്ഖ് ഗോഗൽ തഫ്സീർ ചെയ്യില്ല, എല്ലാ ചോദ്യത്തിനും മറുപടി മൂപ്പരുടെ കൂടെ അല്ലേ? അതെ. അതുകൊണ്ട് തന്നെ അള്ളാഹിനെ കുറിച്ച് പഠിക്കണമെന്നതായ വിഷയം അത് വളരെ ഗൗരവമേറിയതായ പദമാണ്. യഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിർത്തിയില്ല. വസ്തഗ്ഫിർ ലി ദംബിക, നമ്മുടെ വിഷയം അതാണ്. വസ്തഗ്ഫിർ ലി ദംബിക. ഒരാള് തൗഹീദ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ചെയ്തതായ ദോഷങ്ങൾക്ക്, പാപങ്ങൾക്ക് പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവോട് ചോദിക്കണം. ഒലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ മാഫിനപേക്ഷിക്കുക. നിങ്ങളുടെ ദോഷത്തിനെ തൊട്ടും അവരുടെ ദോഷത്തിനെ തൊട്ടും നിങ്ങൾ മാഫിന് ചോദിക്കുക എന്ന് അള്ളാഹിന്റെ കൽപ്പന വരുന്നു. അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ് വേണ്ടതുപോലെ മനസ്സിലാക്കിയ വിഭാഗം തീർച്ചയായിട്ടും തെറ്റ് വന്നു പോയിട്ടുണ്ട് അള്ളാഹുവിന് നൽകേണ്ടതായ അവകാശത്തിൽ എന്നത് അള്ളാഹുവിനെ കുറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദം പഠിപ്പിക്കുന്നതായ ആ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ അള്ളാഹ് പറയാൻ കാരണം. അഫഗൈറല്ലാഹി തഅമുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ എന്ന് പറഞ്ഞ ശൈലി നിങ്ങൾക്കറിയുമല്ലോ ഖുർആൻ. അല്ലാഹു അതുകൊണ്ട് തന്നെയാണ് ഈ ഇൽമ് പഠിക്കാത്തവരുടെ പേര് ജാഹിലി എന്ന് വെക്കാൻ കാരണം. അതുകൊണ്ട് തന്നെയാണ് മക്കയിൽ അബൂജഹൽ എന്ന് ഏറ്റവും ഉയർന്ന തലവനായ കഴിവുള്ള കൽപ്പുള്ള അഗ്രഗണ്യ വ്യക്തിയായ കഴിവുള്ള വ്യക്തിയായ കൊള്ളുന്ന വ്യക്തിയായ കാബയുടെ നേതൃത്വം വഹിച്ച ധർണദൂത്തിന് നേതൃത്വം വഹിച്ച ആൾക്കാരിൽപ്പെട്ട ഒരു വ്യക്തിയായ ആ അബുൽ ഹക്കം അംർ ഇബ്നു ഹിശാമിന് പേര് വെക്കപ്പെട്ടത് വഹി ഇറങ്ങിയതിന്റെ ശേഷം അവൻ ആരാണെന്ന്? അബൂ ജഹലി എന്ന്. കാരണം അള്ളാഹ് അങ്ങനെയാണ് പറഞ്ഞത്. അള്ളാഹു അല്ലാത്തവരെയാണോ തഅമുറൂനി എന്നോട് നിങ്ങൾ കൽപ്പിക്കുന്നത്? അബ്ദു വിളിച്ച് പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ. അയ്യുഹൽ ജാഹിലൂൻ, അല്ലയോ ജാഹിലീങ്ങളെ, അല്ലയോ വിഡ്ഢികളെ എന്ന്. അതുപോലെ തന്നെ ഖുർആനിൽ നാം പറയുന്ന ഈ വിഷയത്തോട് അനുബന്ധിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു ഉമ്മമുകളെ നശിപ്പിച്ച, നമ്മുടെ ടൈമായോ പറയണം, 1 മണിക്കൂറാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണ്
സൈക്കോളജിക്കലായിട്ട് ഡോക്ടർമാരൊക്കെ പറയാറുള്ളത്. എന്ത് 1 മണിക്കൂറല്ല, അരമണിക്കൂറിൽ കൂടുതൽ ആയാൽ തന്നെ എന്താ സംഭവിക്കും? മടി വരും. പിന്നെ 1 മണിക്കൂറിൻ്റെ സ്ഥിതി ഇന്നത്തെ യുഗത്തിലൊക്കെ ദഅവത്ത് എത്രയാണ്? ചിലപ്പോൾ ചിലർ വിളിച്ച് പറഞ്ഞു, മൗലവി നിങ്ങളുടെ ഒരു കലിമ വേണം. എത്ര മിനിറ്റ് എന്ന് പറയും? 3 മിനിറ്റിൽ കൂടാൻ പാടില്ല എന്ന്. 3 മിനിറ്റ് കൂടാൻ പാടില്ല എന്ന് കലിമ വേണം. അങ്ങനെ 3 മിനിറ്റ് എന്താ ഉൾക്കൊള്ളിക്കാൻ പറ്റുക? അതിൽ കൂടുതൽ പറഞ്ഞ ആളെ കിട്ടൂല എന്ന് അവിടേക്ക് എത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് കിട്ടൂല? മടിയന്മാരായതുകൊണ്ട് മാത്രമാണോ? അല്ല, ഇതിനേക്കാളും പ്രാധാന്യമുള്ള വേറെ കാണാനും കേൾക്കാനൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കിട്ടാത്തത്. ഏതായാലും അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അള്ളാഹു പറയുന്നു, കുല്ലൻ അഖദ്നാ ബിദംബി, എല്ലാരെയും നാം ശിക്ഷിച്ചിട്ടുണ്ട് അവൻ ചെയ്ത തെറ്റിന് പ്രതികാരമായിട്ട്. കുല്ലൻ അഖദ്നാ ബിദംബി, ഈ ഉമ്മത്ത് മുഹമ്മദ് അല്ലാത്തവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ച് ശിക്ഷിച്ചിട്ടുണ്ട്. ഫമിൻഹും മൻ അഖദതഹു സൈഹ, ചിലരെ ശിക്ഷിച്ചത് അട്ടഹാസത്തിൽ കൂടിയാണ്. ശബ്ദം, ഉൾക്കൊള്ളാൻ പറ്റാത്ത ശബ്ദം, അതോടുകൂടി നൊടിയുടെ കൊണ്ട് അവരെന്ത് സംഭവിക്കുന്നു? ചുട്ടുചാമലാകുന്നു. അതുപോലെ തന്നെ ഒമിൻഹും മൻ ഖസഫനാ ബിഹിൽ അർള, ചിലവരെ കൊണ്ട് നാം ഭൂമിയെ വിഴുങ്ങിപ്പിച്ചിട്ടുണ്ട്. ഒമിൻഹും മൻ അഗ്റഖനാ, ചിലരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വെള്ളം കൊണ്ട് തൂഫാൻ കൊണ്ട് മുക്കി കൊന്നിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. വമാ കാനല്ലാഹു ലിയദ്ലിമഹും, അവരെന്നും അല്ലാഹു ആക്രമിച്ചിട്ടേ ഇല്ല, അല്ലാഹു നീതി കാട്ടിയിട്ടേ ഇല്ല. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, അവർ സ്വയം അവരാക്രമിച്ചതാണ്, അവർ സ്വയം അവരെ ആക്രമിച്ചതാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുന്ന ശൈലി കാണാം. ഇവിടെ ദുനൂബാണ് നമ്മുടെ വിഷയം. ഇവിടെ നാം കേട്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല ദംബിഹി എന്ന് പറഞ്ഞതായ ശൈലി. ഇത് എന്തിനാണ്? അല്ലാഹു നാം ഇവിടെ ജീവിക്കുമ്പോൾ പരീക്ഷ ഹാളിലാണ്, നാം തെറ്റരുത്, ദമ്പ് വന്നു പോകരുത്. നിങ്ങൾ നല്ലത് തന്നെ എഴുതണം, നല്ലത് തന്നെ പറയണം, നല്ലത് തന്നെ കാണണം, നല്ലത് തന്നെ കേൾക്കണം, നിങ്ങൾ വിജയിക്കണം നിങ്ങളുടെ പരീക്ഷണത്തിൽ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ശൈലി. അള്ളാഹു പറയുന്ന ശൈലി കേൾക്കുക. ഖാലൂ, അവർ പറയുന്നതാണ് നരകത്തിൽ വെന്തുരുകുന്ന സന്ദർഭത്തിൽ, മലക്കുകൾ അവര് പെത്തരിച്ചുടും പോലെ കാട്ടുന്ന സന്ദർഭത്തിൽ എന്ത് പറയും? ഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നാഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഞങ്ങൾ പണ്ട് ദുനിയാവിൽ നിന്നിട്ട് എത്ര ക്ലാസ് കേട്ടു, എത്ര സ്പീച്ച് കേട്ടു, എത്ര വാട്സാപ്പിൽ കൂടി ക്ലാസ്സുകളൊക്കെ കേട്ടു. അവരൊക്കെ പലതും സത്യം പറയുന്നവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ ആ കേൾക്കുന്ന സന്ദർഭത്തിൽ ഇത് ശരിയാണല്ലോ ഈ പറയുന്നത്, അള്ളാഹു അല്ലാത്തവരെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തുക എന്നുള്ളത് ശരിയല്ലല്ലോ. ഈ ഖബറുകൾ എടുക്കൽ ചെന്നുകൊണ്ട് അവർക്ക് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം അവരോട് പ്രാർത്ഥിക്കുക എന്നത് തെറ്റല്ലേ? മഹാപാപമല്ലേ? ഖുർആന് ഘടകവിരുദ്ധമായ തത്വമല്ലേ? സുന്നത്തിനും വിരുദ്ധമല്ലേ? സഹാബാക്കളും താബിഈങ്ങളും താബിഈങ്ങളും മദ്ഹബിന്റെ ഇമാമുകളും ചെയ്യാത്തതല്ലേ എന്നൊക്കെ ചിന്തിക്കാനുള്ളതായ ബോധം അന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെന്തുരുകുന്ന സന്ദർഭത്തിൽ അവർ പറയുന്ന വാക്കിനെ കുറിച്ച് ഖുർആനിൽ സൂറത്തുൽ മുൽക്കിൽ റബ്ബ് പറയുന്നു അല്ലേ? ലൗ കുന്നാ നസ്മഉ ഔ നാഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഞങ്ങൾ ഈ നരകത്തിൽ വെന്തുരുകേണ്ടതായ ഗതികേട് ഞങ്ങൾക്ക് എത്തുകയില്ലായിരുന്നേനെ, ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചിരുന്നുവെങ്കിൽ. ഫഅതറഫൂ ബിദംബിഹിം, എന്താ ശൈലി? ഫഅതറഫൂ ബിദംബിഹിം, അവരതുവരെ സമ്മതിക്കാത്ത, അതുവരെ തെറ്റിയവരാണെന്ന് സമ്മതിക്കാത്ത അവര് ഇപ്പോൾ അവരുടെ തെറ്റവർ സമ്മതിക്കുന്നു. ഫസ്ഹഖൻ ലി അസ്ഹാബിസ് സഈർ, സഈർ എന്ന നരകത്തിന്റെ ഉടമകൾക്ക് നാശം. അവര് അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്നിട്ട് ദൂരപ്പെട്ടവർ. അതെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുപോലത്തെ തൗബയുടെ നിബന്ധനകൾ പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹു പറയുന്ന ശൈലി കേൾക്കുക. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ് വലം യുസ്റൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. തെറ്റ് ചെയ്തു പോയാൽ, പാപം ചെയ്തു പോയാൽ, വ്യഭിചാരം ചെയ്തു പോയാൽ, അനാചാരം ചെയ്തു പോയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചതായ പരാക്രമം ആക്രമിച്ചു പോയാൽ, ഔ ളലമൂ അൻഫുസഹും, ശരീരത്തെ ആക്രമിക്കുക. അതിനൊക്കെ ഞാൻ പലപ്പോഴും അർത്ഥം വെച്ചിട്ടുണ്ട്. എൻ്റെ പഴയ ക്ലാസ് മെമ്പർമാർക്കൊക്കെ മനഃപ്പാടമുള്ള വിഷയങ്ങളാണത്. കാരണം ഈ ദുൽമ് എന്ന് പറഞ്ഞാൽ വദഉ ശൈഇ ഫീ ഗൈരി മൗദിഇഹി, ഒരു സാധനത്തിനെ വെക്കാൻ പാടില്ല സ്ഥലത്ത് വെക്കലാണ് അക്രമം. അതെ, ഒരു മുസ്ലിം പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം പ്രബോധകൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥി, ഒരു മതപഠനം നടത്തുന്ന വിദ്യാർത്ഥി, അല്ലെങ്കിൽ നിങ്ങളെ പോലത്തെ അള്ളാഹുവിന്റെ ഇൽമു പഠിക്കാൻ വേണ്ടി മദീനത്തുള്ളതായ പള്ളിയിൽ സമ്മേളിക്കുന്നവരെ പോലത്തവര്, അങ്ങനെയുള്ളവരൊക്കെ എവിടെയാണ് ഉണ്ടാവേണ്ടത്? അശ്ലീലത്തിന് മുന്നിൽ ഉണ്ടാവാൻ പാടില്ല. അശ്ലീലത്തിന്റെ മുകളിൽ ഇരുന്നാലോ, തോന്നിവാസങ്ങൾ ചെയ്താലോ, പലിശ ബാങ്കിലേക്ക് എത്തിയാലോ, അവിടെ അവന്റെ ശരീരത്തെ വെക്കേണ്ട സ്ഥലത്തല്ല വെച്ചത്. അവൻ ആദരിച്ചില്ല. അതാണ് ലലമൂ അൻഫുസഹും, അവരുടെ ശരീരത്തെ അവർ ആക്രമിച്ചു എന്ന ശൈലി ഉപയോഗിക്കാൻ കാരണം. അവർക്ക് ഈമാനുണ്ടെങ്കിൽ ഷോക്കടിക്കും. നമ്മുടെ നേതാക്കൾക്ക് ഷോക്കടിച്ചതുപോലെ
താഖീബിന്റെ ഫായാണ്. ഫസ്തഗ്ഫിറു, ഉടനെ തന്നെ അവർ പശ്ചാത്തപിക്കും, അവരുടെ ദോഷത്തിൽ നിന്നിട്ട് പാപത്തിൽ നിന്നിട്ട് അവർ മാഫനപേക്ഷിക്കും, തൗബ ചെയ്യും. അള്ളാഹു ചോദിക്കും നമ്മുടെ വിഷയം, ആരാണ് ദോഷങ്ങൾക്ക് മാഫ് ചെയ്യുക? നിബന്ധന എന്താണ്? വലം യുസ്റു അലാ മാ ഫഅലു വഹും യഅലമൂൻ. തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ തെറ്റിൽ പിന്നെയും മുഴുകരുത്, തുടരരുത്. മനസ്സിലായില്ലേ? അതിലേക്ക് മടങ്ങാതിരിക്കാൻ വേണ്ടി പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കണം. മടങ്ങിയാലോ വീണ്ടും തൗബ ചെയ്യണം. ഏതുവരെ? റസൂലിനോട് ചോദിച്ചു, ഏതുവരെ? പിശാച് പരാജയപ്പെടുന്നത് വരെ. റസൂലിന്റെ മറുപടി, ഏതുവരെ? പിശാച് പരാജയപ്പെടുന്നതുവരേക്കും പശ്ചാത്തപിച്ചുകൊണ്ടേ ഇരിക്കണം. അവന്റെ മുമ്പിൽ നാം പരാജയപ്പെടരുത്, അവരായിരിക്കണം പരാജയപ്പെടേണ്ടത്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതെ, ടൈം അവസാനിക്കുന്നതിന് മുമ്പ് ഇത്തിബാ റസൂലിന്റെ കാര്യം പറഞ്ഞപ്പോഴും മഗ്ഫിറത്തു ദുനൂബ് എന്ന പദം അല്ലാഹു ഉപയോഗിച്ചതായിട്ട് കാണാം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾക്ക് അല്ലാഹുവോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം അത്ര അല്ലാഹു ഘടിപ്പിച്ചത് എന്തിലേക്കാണ്? ഫത്തബിഊനി. ഇവിടെ അന്ത്യവിഷമങ്ങളുന്ന നമ്മുടെ കണ്ണായ കരളായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയെ അനുകരിക്കണം, അനുസരിക്കണം. എന്നാലാണ് നിങ്ങൾക്ക് അല്ലാഹുവിനോടുള്ള മഹബത്ത് സ്ഥാപിക്കാൻ സാധിക്കുക. അവരനുകരിക്കലല്ലാതെ അല്ലാഹുവിന്റെ മഹബത്ത് ഇറങ്ങൂല. ഇതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, അപ്പോൾ നിങ്ങൾ അല്ലാഹ് ഇഷ്ടപ്പെടും. യുഹിബ്ബുഹും വയുഹിബ്ബൂന എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ? ആ യുഹിബ്ബുഹുമിന്റെ പ്രത്യേകത കട്ടി മനസ്സിലായില്ല. അല്ലാഹ് അവരെ സ്നേഹിക്കും. നാം സ്നേഹിക്കലല്ല മുഖ്യം, അല്ലാഹ് നമ്മെ സ്നേഹിക്കലാണ് മുഖ്യം. അല്ലാഹ് നമ്മെ സ്നേഹിക്കലാണ് മുഖ്യം. ആ സ്നേഹം ഉണ്ടാവണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനുള്ളതായ പിന്തുടർച്ച കൈക്കൊള്ളണം എന്നാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. അവിടെ അല്ലാഹു പറയുന്നു, വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നമ്മുടെ വിഷയം വയഗ്ഫിർ ലക്കും ദുനൂബക്കും എന്ന് മാത്രമല്ല, നിങ്ങൾ അല്ലാഹു റസൂലിനെ അനുസരിച്ച് കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ മഹബത്ത് നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്തതായ സർവ്വ പാപങ്ങൾക്ക് അല്ലാഹു മോചനം നൽകുന്നതാണ്, മാഫ് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിഷയമാകുന്ന മഗ്ഫിറത്തു ദുനൂബിന്റെ വിഷയം, ദുനൂബ് എന്ന പദം ഖുർആനിൽ 40ഓളം തവണ ഉപയോഗിച്ചതായിട്ട് കാണാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 20ഓളം തവണ ഉപയോഗിച്ചതായ വിഷയമാണ് അതിനുശേഷമുള്ളതായ വിഷയം. അതാണ് ഞാൻ പറഞ്ഞതായ സയ്യിആത്ത്. ഞാൻ നേരത്തെ സയ്യിആത്ത് പറഞ്ഞല്ലോ. ആ വിഷയത്തിലേക്ക് കടന്നാൽ അവസാനിപ്പിക്കാൻ പറ്റൂല എന്നതുകൊണ്ടാണ് തൽക്കാലം നിർത്താൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും നാം കേൾക്കലല്ല മുഖ്യം, കേൾക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തലാണ്. ഓരോ ദിവസവും ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും പുരോഗതി ഉണ്ടാക്കണം, ആത്മീയ പുരോഗതി. അതാണ് വളരെ മുഖ്യം. ആത്മപുരോഗതി ഉണ്ടാക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞതായ ആ നന്ദി പ്രകടനം അള്ളാഹുവിന്റെ മുമ്പിൽ, യഅമലൂ ആല ദാവൂദ ശുക്ര, ദാവൂദ് സമൂഹമേ, ദാവൂദിന്റെ കുടുംബം ലോകത്തെ ഏറ്റവും വലിയ കുടുംബം. അങ്ങനെയുള്ളതായ സാമ്പത്തികമായിട്ട് രാജകീയത്വത്തിന്റെ ഉടമകളായ ഒരു കുടുംബം വേറെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല ഖിയാമത്ത് നാൾ വരെ. അങ്ങനെയുള്ള കുടുംബത്തോട് അല്ലാഹു പറഞ്ഞതാണ്, നിങ്ങൾ അമൽ ചെയ്യണം. എന്ത്? ശുക്ർ അമൽ ചെയ്യണം. അമലിലൂടെ ശുക്ർ നിങ്ങൾ പ്രകടമാക്കണം എന്നതാണ് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാം അഥവാ സുലൈമാനിൻ്റെ വാപ്പ. സുലൈമാനാണല്ലോ ലോകത്തിൽ ഏറ്റവും വലിയ ചക്രവർത്തി ഉണ്ടായിരുന്നത്. ആ ചക്രവർത്തിയുടെ ആ കുടുംബത്തിനോട് കൽപ്പിക്കപ്പെട്ടത് എന്ന പോലെ നാമും നമ്മുടെ പ്രവർത്തനത്തിലൂടെ ഇന്ന് മുതൽ അഥവാ തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഒരു 11 റക്അത്ത് നിസ്കരിക്കാൻ സാധിക്കാത്ത 3-ൽ ഒതുക്കുന്നവർ അത് നാളെ മുതൽ 5 ആക്കുക. എനിക്ക് 2ാമത് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ 7 ആക്കുക. പിന്നെ 3ാമത് ക്ലാസ് കഴിഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞാൽ 9 ആക്കുക. അങ്ങനെ പുരോഗതി ഏതെങ്കിലും രൂപത്തിൽ ഉണ്ടാവണം. ജനങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. അങ്ങനെയുള്ള ഒരു സ്വഭാവം പലരും ഉണ്ടാവാറുണ്ട്. വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോൺ ചെയ്യുക ചങ്ങാതിമാർക്ക്. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങാൻ താമസിച്ചു പോയി നിസ്കരിച്ചത് കാരണത്താൽ മുപ്പർക്ക് പറഞ്ഞാലേ സാധിക്കുള്ളൂ. കാരണം ഈ വിലീസ് മൂപ്പരുടെ നാവിനെ ഇങ്ങനെ കറക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് അത് പറയിപ്പിക്കാൻ. കാരണം മൂപ്പർക്കറിയാം അത് പറഞ്ഞാൽ എന്ത് സംഭവിക്കും, മൂപ്പർ ചെയ്തതായ നിസ്കാരം കുന്നുകയറും. അതുകൊണ്ടാണ് പറയിപ്പിക്കാൻ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് നാമും നമ്മുടെ റബ്ബുമായിട്ടുള്ളതായ ഒരു പ്രത്യേക രഹസ്യമായ ഇബാദത്തുകൾ ആരും അറിയാത്ത നമ്മളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. മനസ്സിലായില്ലേ? അതിനും നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ കേട്ടതിനെ ജീവിതത്തിൽ ശരിക്ക് പ്രാവർത്തികമാക്കാനുള്ളതായ എല്ലാ രൂപത്തിലുള്ള കഴിവ്, കൽപ്പ്, സാമ്പത്തിക, ശാരീരിക, വിജ്ഞാന, ഈമാനിക ശേഷിയും ഇഖ്ലാസും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നമുക്ക് ഇങ്ങനെയുള്ള ഇൽമിന്റെ സദസ്സുകൾ തുടർച്ചയായിട്ട് ഈ പള്ളിയിലാവട്ടെ മറ്റു സ്ഥലങ്ങളിലാവട്ടെ തുടർച്ചയായിട്ട് നമ്മുടെ കഴിവിൻ്റെ കാലഘട്ടത്തിലെല്ലാം ഈ സാധുവിനാണെങ്കിൽ ഈ സാധുവിന്, അല്ലാതെ മലയാള ഭാഷയിൽ വിശുദ്ധ മദീനത്തുൽ മുനവ്വറയിൽ ഖിയാമത്ത് നാൾ വരെ ക്ലാസ് ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കാനുള്ളതായ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതുപോലെ ലോകഭാഷകളിലും ദഅവത്ത് ഇവിടെ യഥാർത്ഥ തൗഹീദ്, യഥാർത്ഥ വിശ്വാസം, യഥാർത്ഥ ആദർശം, യഥാർത്ഥ അഹ്ലുസ്സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം പറയുന്നതായ പ്രബോധകന്മാർ വിശുദ്ധ ഭൂമിയിൽ പ്രത്യേകിച്ച് ലോകത്തിലാസകലം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സംസാരത്തിന് സമാപനം ഇടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിന്നിട്ട് ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളെ ഇണകൾ നൽകട്ടെ, സന്താനമില്ലാത്തവർക്കും സാലിഹ്യങ്ങളെ സന്താനങ്ങൾ നൽകട്ടെ, ഉള്ള സന്താനങ്ങളെയും സാലിഹ്യങ്ങളാക്കി മാറ്റുമാറാകട്ടെ.
രോഗമുള്ളവരുടെ രോഗത്തെ അല്ലാഹു സുഖപ്പെടുത്തുമാറാകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തതായ സഹോദരന്മാർക്കെല്ലാം അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുകയും അവരിലിട്ട് രോഗികളാണെങ്കിൽ ആ രോഗത്തെ അല്ലാഹു സുഖപ്പെടുത്തുകയും പരിപൂർണ്ണ ആരോഗ്യം നൽകുകയും അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് പലരും. അവർക്ക് വേണ്ടി ഈ മദീനയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് നിങ്ങളെപ്പോലത്തവരോടാണ് ആവശ്യപ്പെടുന്നത്. അവർ നിങ്ങൾ പറയുന്ന വാക്ക് തന്നെ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ളതുപോലെ നിങ്ങൾ മദീനത്തല്ലേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു സഹോദരൻ കഴിഞ്ഞ ആഴ്ച മരിച്ചു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളോട് പറയാണ്, മദീനയിൽ എന്നൊരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയോട് വിളിച്ച് പറയണം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മരിക്കുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്യാണ്. എന്നിട്ട് അവർ വിളിച്ച് പറഞ്ഞു എന്നോട്, നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വലിയാപ്പാൻ. അപ്പോൾ നമുക്കതിന് പ്രത്യേകത അറിയില്ല നമ്മൾ എവിടെയാണെന്നുള്ളത്. മുറ്റത്തെ മുല്ലക്ക് എന്തില്ല, മണമില്ല. അതന്നെയാണ് കാരണം. മനസ്സിലായില്ലേ? ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആ കൊണ്ട് വസീയത്തായ സഹോദരന്മാർക്കൊക്കെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കട്ടെ. നമ്മളിട്ട് മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമുക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ തുറന്നു പോകാനുള്ളതായ എല്ലാ ചുറ്റുപാടും അന്തരീക്ഷം അല്ലാഹു നമുക്ക് ഉണ്ടാക്കി തരുമാറാകട്ടെ. ഇതെല്ലാം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥത നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.